പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കർത്താവിൽ നിലനിൽക്കുക, കർത്താവിൽ ആയിരിക്കുക, ഹല്ലേലൂയ. കർത്താവിൽ വസിക്കുക, എബൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ തന്നെ നിലനിൽക്കുക. ദൈവത്തിൽ നിലനിൽക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവത്തിൽ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെന്ന് വീണ്ടും അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ നാം കാണുന്ന 4 പ്രത്യേകതകൾ. ദൈവത്തിൽ നാം നിലനിന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രകടമായി കാണേണ്ട 4 കാര്യങ്ങൾ. ഒന്ന്, ഹല്ലേലൂയ, തൊട്ടടുത്ത വാക്യം പറയുന്നു, നിങ്ങൾ ഏക ചിന്തയോടെ ഇരിപ്പീൻ. ക്രിസ്തുവിലാണോ നാം വസിക്കുന്നത്? നാം ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തികളെങ്കിൽ, ക്രിസ്തുവിൽ നിലനിൽക്കുന്ന വ്യക്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഒരേ മനസ്സുണ്ടാകും, ഏക ചിന്തയുണ്ടാകും. പലപ്പോഴും പല കുടുംബങ്ങളിലും, ക്രിസ്തുവിൽ വസിക്കാത്തവരുടെ കുടുംബങ്ങളിൽ ഹല്ലേലൂയ ഭിന്ന അഭിപ്രായമുണ്ടായി വഴക്കും ഹല്ലേലൂയ പ്രശ്നങ്ങളുമായി തീരും, കലഹമായി തീരും, ഒരു കൂട്ടായ്മ ഇല്ലാതെയായിത്തീരും. നമ്മുടെ ദൈവം കൂട്ടായ്മകളുടെ നടുവിൽ വെളിപ്പെട്ട് വരുന്ന ദൈവം അത്രേ. 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഉണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം ഹല്ലേലൂയ ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം പറയുന്നു, നിങ്ങൾ ഏക ചിന്തയോടെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഏക ചിന്തയോടെ ഇരിക്കണമോ? നിങ്ങൾ ക്രിസ്തുവിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്ദുക്കയെയും പ്രബോധിപ്പിക്കുന്നു. ഏക ചിന്തയോടെ ഇരിക്കണം. നാം ക്രിസ്തുവിലാണ് നിലനിൽക്കുന്നതെങ്കിൽ, ക്രിസ്തുവിലാണ് വസിക്കുന്നതെങ്കിൽ നമുക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകത്തില്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിൽ ഹല്ലേലൂയ മശിഹ തമ്പുരാൻ ഇരിക്കുന്ന ഇടങ്ങളിലായിരിക്കും. നമ്മുടെ ചിന്ത വ്യക്തിപരമായ ചിന്തയെക്കാട്ടിലും ഉപരി കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും നാം ചിന്തിക്കുന്നത്. നമ്മുടെ വീട്ടിനകത്ത് അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് നാമല്ല, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവത്രേ. ഈ പകൽക്കാലവും നമുക്ക് കർത്താവിൽ വസിക്കാം. കർത്താവിൽ വസിക്കുന്ന ദൈവപൈതലേ, നിൻ്റെ ചിന്ത കർത്താവിന് അനുകൂലമായി തീരും, കർത്താവിൻ്റെ വചനത്തിന് അനുസൃതമായി തീരും. 2, ഹല്ലേലൂയ, വേദപുസ്തകം പറയുന്നു, സാക്ഷാൽ ഇടയാളി ആയുള്ളവേ അവർക്ക് തുണ നിൽക്കണം. നോക്ക്, തുണ നിൽക്കുക, സഹായിക്കുന്ന ഒരു മെൻറ്റാലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രിസ്തുവിൽ നിലനിൽക്കുന്ന വ്യക്തികൾ, ഞാൻ വലിയവൻ, ഹല്ലേലൂയ, മറ്റാരെക്കാട്ടിലും ഞാൻ വലിയ ആളെന്ന് പറഞ്ഞ് നിൽക്കത്തില്ല. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ ദൈവസഭയിലെ ഓരോരുത്തരും പരസ്പരം സഹായിക്കുന്നവരായിത്തീരും. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, നാം മറ്റുള്ളവരുടെ ചുമടോടൊന്ന് ചുമക്കണം. നാം ഹല്ലേലൂയ കൂട്ടായ്മയുടെ കരം നാം ഒന്ന് കൊടുക്കണം. ഹല്ലേലൂയ. പരസ്പരം നാം കൊള്ളാവുന്നവരായി എണ്ണണം. ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ പറയുന്നു, നാം സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം ആദ്യം അന്വേഷിക്കണം. മറ്റുള്ളവരുടെ നന്മ നാം കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുണ നിൽക്കാൻ, സഹായിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ദൈവപൈതലേ, നിന്നിലൂടെ വെളിപ്പെട്ട് വരേണ്ട 2-ാമത്തെ ഗുണമാ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന, തുണ നിൽക്കുന്ന ഒരു കാര്യം. ഇതാ 3-ാമത്തെ കാര്യം, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത്. അങ്ങനൊരു പദം അവിടെ പരിശുദ്ധാത്മാവ് എഴുതുന്നു. നീ ക്രിസ്തുവിലാണോ നിലനിൽക്കുന്നത്? നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത, നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലാണ്. നീ ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തികളെങ്കിൽ നീ പുറത്തു പോകത്തില്ല, നിന്നെ വെട്ടിക്കളയത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, എന്നിൽ വസിക്കാത്ത എല്ലാ കൊമ്പിനും ഞാൻ വെട്ടിക്കളയും, അവ തീയിൽ വെന്തുപോകും. എന്നാൽ ക്രിസ്തുവിൽ നിൽക്കുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ നീ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത്. നീ ക്രിസ്തുവിനോട് കൂടെ വസിക്കണമെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരെഴുതണം. പ്രിയരെ, നമുക്ക് ക്രിസ്തുവിൽ നിലനിൽക്കാം. ക്രിസ്തുവിൽ നിലനിൽക്കുമ്പോഴുള്ള ഇതാ 3-ാമത്തെ പ്രത്യേകത, നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണും. അല്ലെങ്കിൽ മറ്റെവിടെ പേരില്ലെങ്കിലും, മറ്റാരൊക്കെ പേര് വെട്ടിക്കളഞ്ഞാലും ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേര് വരും. ഇതാ 4-ാമതായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷ ഘോഷണത്തിൽ പോരാ
പോരാടാൻ അവർ പ്രയത്നിക്കും. അതിനുള്ളൊരു വാഞ്ച ഉണ്ടാകും. ക്രിസ്തുവിലാണ് നിലനിൽക്കുന്നതെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. ഒരു കൊമ്പ് ഒരു വൃക്ഷത്തോട് ചേർന്നിരിക്കുമ്പോൾ, ഒരു മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുമ്പോൾ അത് മുന്തിരിവള്ളിക്ക് അനുസൃതമായ ഫലം കായ്ക്കും. എന്താ ഫലം? ലോകത്തിൽ വിളിച്ചു പറയണം, ഞാൻ മുന്തിരിവള്ളിയുടെ ഭാഗമാ, ഞാൻ മുന്തിരിവള്ളിയിലോട് ചേർന്നവനാ. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ വായ ഒരിക്കലും അടച്ചു വെക്കാൻ പറ്റത്തില്ല. അവൻ എല്ലായിടത്തും വിളിച്ചു പറയും, എൻ്റെ ദൈവം നല്ലവൻ. അതാ സുവിശേഷം. യേശുവിനെക്കുറിച്ച് പറയുന്ന, യേശുവിനെക്കുറിച്ച് നല്ല വർത്തമാനം പറയുന്ന ഒരു സ്വഭാവം, അതിനുവേണ്ടി ഒരു വാഞ്ച, അതിനുവേണ്ടി ഓടുവാൻ അങ്ങനെയുള്ളവർ പരിശ്രമിക്കും. നാം ക്രിസ്തുവിലെന്ന് പറയുകയും ക്രിസ്തുവിനെ ഉയർത്താതെ ഇരിക്കുകയും ചെയ്താൽ അതുകൊണ്ട് എന്താ പ്രയോജനം? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ ക്രിസ്തുവിൽ നിലനിൽക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ വെളിപ്പെടുന്ന 4 സ്വഭാവങ്ങളാ പരിശുദ്ധാത്മാവ് 4 പദങ്ങൾ കാണിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, ക്രിസ്തുവിൽ നിലനിൽക്കുന്ന വ്യക്തികളോട് വേദപുസ്തകം പറയുന്നു, നിങ്ങൾക്ക് ഏകചിന്തയായിരിക്കണം. 2, നിങ്ങൾ പരസ്പരം സഹായിക്കുന്നവരായി തീരണം. 3, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ വരണം. 4, നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ, സുവിശേഷത്തെ ഉയർത്തുന്നവരായി തീരണം. ഇന്ന് പകൽക്കാലം കർത്താവ് അതിനുവേണ്ടി നമ്മെ ബലപ്പെടുത്തട്ടെ, കർത്താവിൻ്റെ വേലയിൽ നമ്മെ പ്രയോജനപ്പെടുത്തട്ടെ. നാം ക്രിസ്തുവിൽ നിലനിന്ന് ക്രിസ്തുവിന് യോജ്യമായ ഫലം നമുക്ക് കായ്ക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.